കൺമണിയുടെ കാവൽ. കൺമണി ഒരു നല്ല ജിറാഫാണ്. നല്ലതെന്ന് വെച്ചാൽ എത്രത്തോളം നല്ലത്? ഈ നന്മയെ അളക്കാൻ കഴിയോ? ഇല്ല അല്ലേ? പക്ഷെ അതിനൊരു കഥയുണ്ട്. ആ കഥയായത്. ഒരു ദിവസം കൺമണി ജിറാഫ് പുഴയുടെ തീരത്തുള്ള ഒരു ആപ്രിക്കോട്ട് മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ചു കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് മരത്തിൽ നിന്ന് ഒരു കീ ശബ്ദം അവള് കേട്ടു. അതെന്താ? ഞാൻ പഴങ്ങൾ കടിച്ചു പറിക്കുമ്പോ മരത്തിന് വേദനിക്കുന്നുണ്ടാവോ? കൺമണി ജിറാഫ് ചിന്തിച്ചു. അവൾ മരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു ചെറിയ കിളിക്കൂട് കണ്ടു. അതിൽ 2 കിളിക്കുഞ്ഞുങ്ങൾ പരസ്പരം കൊച്ചുവർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോ കൺമണി ജിറാഫിന് കൗതുകം തോന്നി. കൂടിനടുത്തേക്ക് മുഖം കൊണ്ടുവന്ന് കൺമണി ജിറാഫ് ചോദിച്ചു, ഹായ് കുഞ്ഞിക്കിളികളെ, എന്തുണ്ട് വിശേഷം? ജിറാഫിനെ കണ്ടതും കിളിക്കുഞ്ഞുങ്ങൾ ചിലച്ചു. ഹായ് കൺമണി ജിറാഫെ, ഞങ്ങൾ കളിക്കാണ്. കുഞ്ഞിക്കിളികളുടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം കേട്ടപ്പോ കൺമണി ജിറാഫിന് അവരോട് വല്ലാത്ത വാത്സല്യം തോന്നി. കൺമണിയെ കുഞ്ഞിക്കിളികൾ കളിക്കാൻ വിളിച്ചു. അപ്പോ കൺമണി ചിരിച്ചു. എന്നിട്ട് പറക്കമുറ്റാത്ത കുഞ്ഞിക്കിളികൾക്ക് മരത്തിന്റെ ഒത്ത മുകളിൽ നിന്നും കുറച്ച് പഴുത്ത ആപ്രിക്കോട്ട് പഴങ്ങൾ പറിച്ചു നൽകി. അതിനുശേഷം അവർ കൂട്ടായി. പിന്നീട് ഇടയ്ക്കിടെ കൺമണി കിളിക്കുഞ്ഞുങ്ങളെ കാണാൻ വരും. അങ്ങനെ ഒരു ദിവസം കൺമണി ആപ്രിക്കോട്ട് മരത്തിന് ചുറ്റും മേയായിരുന്നേ. അപ്പോ ആ മരത്തിനൊരു ഇളക്കം. കൺമണി അങ്ങോട്ട് ഓടിയെത്തി. അയ്യോ, ദേ പാച്ചൻ പാമ്പ് കിളിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വായും തുറന്ന് ഇഴഞ്ഞു നീങ്ങുന്നു. എടാ പാച്ച, തുടരുതെന്റെ കിളിക്കുഞ്ഞുങ്ങളെ, കൺമണി ആർത്തു പറഞ്ഞു. ഇത് കേട്ട പാച്ചൻ പാമ്പ് ആദ്യമൊന്ന് ഞെട്ടി. പിന്നെ കൺമണിയോട് പറഞ്ഞു, അത് പറയാൻ നീ ആരാ? ഞാനേ ഇന്ന് ഈ കിളിക്കുഞ്ഞുങ്ങളെ കാടിച്ച് തിന്നും. ഇതുകൂടി കേട്ടപ്പോ കൺമണി പാഞ്ഞു വന്ന് തന്റെ നീണ്ട കഴുത്തുകൊണ്ട് ആപ്രിക്കോട്ട് മരം പിടിച്ചങ്ങ് കുലുക്കി. അപ്പോ പാച്ചൻ പാമ്പിന് പിടിച്ചു നിൽക്കാനായില്ല. പിദ്യം, അവൻ താഴേക്ക് വീണു. അയ്യോ, എന്റെ മൂക്കിടിച്ചേ. പാച്ചൻ വേഗം ഇഴഞ്ഞിഴഞ്ഞു നീങ്ങി. ഹാവു, കൺമണി ജിറാഫിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം കുഞ്ഞിക്കിളികൾ രക്ഷപ്പെട്ടു. ഇതു കണ്ടു നിന്ന ആപ്രിക്കോട്ട് മരം ഇളം കാറ്റിൽ ആടി ആടി പറഞ്ഞു, കൺമണി ഒരു നല്ല ജിറാഫാണേ. കുഞ്ഞിക്കിളികളും അതേറ്റു പറഞ്ഞു. കൺമണിക്ക് സന്തോഷായി. കഥ ഇഷ്ടായോ?